തുടർച്ചയായി ഉണ്ടാകുന്ന കവർച്ചകൾ മോനിപ്പള്ളി നിവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി മോനിപ്പള്ളി ജംഗ്ഷനിലുള്ള ദീപ ഏജൻസീസിൽ നടന്ന കവർച്ചയിൽ 2 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളും തൊട്ടടുത്ത സ്ഥാപനമായ ബേബി സ്റ്റോഴ്സിൽ നിന്നും 1500 രൂപയാണ് കവർ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ കവർച്ച നടന്ന 2 സ്ഥാപനങ്ങളുടെയും സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ലേഡീസ് സെന്ററിൽ കഴിഞ്ഞ ജൂൺ 15-ന് മോഷണം നടന്നിരുന്നു. 8500 രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ നിന്നും കവർച്ച ചെയ്യപ്പെട്ടത്. മോനിപ്പള്ളി കോഴനാൽ സ്വദേശി KA ഹരീഷിന്റെ ഉടമസ്ഥയിലുള്ള ഐശ്വര്യ സ്റ്റോഴ്സിന്റെ താഴെ അറുത്തുമാറ്റി കടയ്ക്കുള്ളിൽ പ്രവേശിച്ച മോഷ്ടാക്കൾ സിഗരറ്റ് പാക്കറ്റുകള്, ചെരുപ്പുകള്, ബിസ്ക്കറ്റുകള് തുടങ്ങിയ ഐറ്റംസുകളെല്ലാം കൂടി 8500 രൂപയുടെ സാധനങ്ങൾ കവർ ചെയ്യപ്പെട്ടു എന്നാണ് കടയുടമസ്ഥൻ പറയുന്നത്. സ്ഥാപനത്തിന്റെ അറുത്തുമാറ്റിയ താഴുകളെല്ലാം സമീപത്തുള്ള തോട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ അന്ന് കണ്ടെത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് കുറവിലങ്ങാട് പോലീസിൽ പരാതിപ്പെട്ടുവെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് അധികൃതർ തയ്യാറായില്ല എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി നടന്ന കവർച്ചയ്ക്ക് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകുവാൻ വാഹനങ്ങൾ ഉപയോഗിച്ചതായി കരുതപ്പെടുന്നു. ഒന്നിലധികം മോഷ്ടാക്കളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് പ്രാഥമിക സൂചനകൾ ലഭിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. ബർജർ കമ്പനിയുടെ 1.25 ലക്ഷത്തോളം രൂപ വരുന്ന പെയിന്റ് ഇനങ്ങളും 1 HP-യുടെ 2 മോട്ടോറുകളും 5 ഫാനുകളും കോപ്പറും തുടങ്ങിയ ഐറ്റംസുകളാണ് കവർ ചെയ്യപ്പെട്ടത്. ജൂൺ 15-ാം തീയതി രാവിലെ ഇവിടെ വന്നപ്പം ഈ 2 താഴ് കുത്തി തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു താഴ് അറുത്ത് മുറിച്ചും ഒരു താഴ് ഈ കമ്പിപ്പാലൊക്കെ ഇട്ട് വളച്ചൊഴിച്ചും ആ 2 താഴും തോട്ടിൽ കിടന്നിട്ടുണ്ട്. മൊത്തം ഒരു 10,500 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. പോലീസുകാരുടെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് അവർ പോലീസുകാർ വന്ന് ഇവിടുന്നെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. വേറെ പിന്നെ അതിനെപ്പറ്റി ഒന്നും അന്വേഷണമൊന്നും വന്നില്ല. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഈ ദീപ ഏജൻസിയിലും ഇവിടുത്തെ ഈ പച്ചക്കറി കടയിൽ ബേബീസ് പച്ചക്കറി കടയിൽ മറ്റേ പലചരക്കും കൂടെ കൂടിയത്. അതിന് ദീപ ഏജൻസിയിൽ നിന്ന് ഒത്തിരി പൈസയും ഒത്തിരി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പൈസ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അവർക്ക്. പൈസയായിട്ടും കുറേ കൊണ്ടുപോയി. പിന്നെ അതുകൊണ്ട് പെയിൻറ്റ് പിന്നെ മോട്ടറ് പിന്നെ കോയിൽ വയറുകൾ അങ്ങനെ ഒത്തിരി സാധനം. ചിലൊരു വണ്ടിയൊക്കെ ആയിട്ട് വന്ന് 2-3-4 പേര് കൂടിയൊക്കെ ഇട്ടുണ്ട്. പിന്നല്ലേ ഒരു 12-3 സമയത്തിനിടയ്ക്കാണ് മോഷണം നടത്തുക. കാരണം വെച്ചാൽ 3 മണിയായപ്പം അടുത്ത ബേബിച്ചേട്ടൻ കട തുറക്കാൻ വന്നപ്പോഴാണ് അത് കണ്ടത്. അന്നേരം SI മറ്റും കൃത്യം ആ സമയത്ത് വന്നു. അവർ സാധാരണ 12-1 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. കാരണം 12 വരെ ഇവിടെ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും പിന്നെ അവിടെ തട്ടുകടയുണ്ട്. പുള്ളി ഇന്നലെ നേരത്തെ 12 ആയപ്പോൾ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് 3 മണിയായപ്പോഴും സാധാരണ പോലീസ് നേരത്തെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അവിടെ പോയിക്കൊണ്ട് ഈ ഇവിടെ പിന്നെ തന്നെയല്ല ഇവിടെ 3 സെക്യൂരിറ്റിക്കാർ അടുത്തടുത്തുണ്ട്. ഒന്ന് ഇവിടുത്തെ ഈ സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഈ തൊട്ട് ഫ്രണ്ടിൽ, രണ്ടാമതായിട്ട് ഇവിടെ ഈ മുത്തൂറ്റിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ഇവിടെ BSNLന്റെ സെക്യൂരിറ്റി ഉണ്ട്. 3 സെക്യൂരിറ്റിക്കാരുള്ള രാത്രിയിൽ ഇവിടെ ഉള്ള സ്ഥലത്തിൻ്റെ നടുക്കുള്ള 2 കടയിലാണ് മോഷണം നടന്നത്. അത് ശരിക്കും എന്ന് വെച്ചാൽ പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റൊന്നും തെളിയുന്നില്ല. ഈ പഞ്ചായത്തിൻ്റെ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് തെളിയുന്നില്ല. അതിപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും അതിനെപ്പറ്റി ഒന്നും തീർച്ചയായിട്ടും ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ രാത്രിയിലൊരു വെളിച്ചമുണ്ട്, നല്ല വെളിച്ചം. അങ്ങനെയുണ്ട്. വൈകിട്ട് മോഷണം നടന്നവരെ 3 മണി SI എത്തി ഇവിടെ. 3 മണിയായപ്പോൾ 3 മണിയായപ്പോൾ ഉപയോഗിച്ചിട്ട് കട തുറന്നപ്പോൾ ഈ കട പുള്ളിക്ക് രാവിലെ പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ട് 3 മണിയായപ്പോൾ പുള്ളി വന്ന് കട തുറന്നപ്പോഴാണ് മോഷണം നടന്നു വരാറ്. പുള്ളി കടയ്ക്കകത്ത് കയറുന്നപ്പോഴേ കൃത്യമായിട്ട് SI അന്നേരം SIയും പോലീസുകാരും കൂടെ അവിടെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് റിപ്പോർട്ട് അവിടെ ഉപ്പിടാനും ഒക്കെ പോകാനായിട്ട് ഇതിലേക്ക് വന്നു. അന്നേരം പുള്ളി അവിടെ കൈ നിർത്തി കാണിച്ചു പറഞ്ഞ് SI ഒക്കെ അവിടെ വന്ന് കയറി നോക്കിയിട്ട്